ഹേ ഹായ് ഗായ്സ് വാട്സപ്പ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കുറച്ചായി വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല, ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നല്ല രീതിയിൽ തിരക്കായിരുന്നു കഴിഞ്ഞ 3 months. അതിൻ്റെ പുറകെയായിരുന്നു. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു താങ്ക്ഫുള്ളി. അപ്പം റിസൾട്ട്സ് വെയിറ്റിംഗ് ആണ്. പുതിയ ഇൻടേക്ക് ആണ്. ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. കുറേ പേരൊക്കെ ഞാൻ കണ്ടുണ്ട്. ഡയറക്റ്റ് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. കുറച്ച് പേരെയൊക്കെ കുറേ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ജാൻ ഇൻടേക്കിലേക്ക് വരുന്നവരൊക്കെ. അപ്പം ഈ ഒരു കഴിഞ്ഞ ഒരു കുറച്ച് മന്ത്ലി എനിക്ക് വന്ന എനിക്ക് റെഗുലർ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് എനിക്ക് സംസാരിക്കാൻ പോകുന്ന ടൈറ്റിൽ കണ്ട പോലെ തന്നെ. സോ ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കും, നമ്മളിവിടെ എത്ര ഇൻകം ഏൺ ചെയ്യാൻ പറ്റും? എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം, സ്റ്റുഡൻ്റ് ആയിരിക്കും നമുക്ക് ലോൺ അടച്ച് തീർക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ലോൺ അടയ്ക്കാൻ നമുക്ക് ലോൺ തീർക്കാൻ പറ്റുമോ? നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ കൂടെ ഇപ്പം ഫ്രണ്ട് ഉണ്ട്, ശിവയുണ്ട്. സോ അവനിപ്പോൾ ഫുൾ ടൈമാണ് ചെയ്യുന്നത്. ഞാനിപ്പം ഫുൾ ടൈം തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇത്രയും കാലം സ്റ്റുഡൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞാനും ഫുൾ ടൈം തുടങ്ങിയുള്ളൂ, പക്ഷേ നേരത്തെ ഫുൾ ടൈം തുടങ്ങിയ എക്സ്പീരിയൻസിൽ സംസാരിക്കാൻ വേണ്ടി. അതെ. സോ അപ്പം രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു ഫുൾ ടൈം ആയിരിക്കുന്ന ഒരു റോൾ ചെയ്യുമ്പോൾ, ഒരു 40 hours ചെയ്യുമ്പോൾ എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, എത്ര നമുക്ക് ഇൻകം കിട്ടും. അതുപോലെ തന്നെ 20 hours സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് എത്ര ഇൻകം കിട്ടും, എത്ര നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി സ്റ്റുഡൻ്റ് ആയിരിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ആകെ 20 hours നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നേരെ ഭാഗത്ത് നമുക്ക് 40 hours നമുക്ക് ഗ്രാജുവേറ്റ് ഫുൾ ടൈം ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. സെം ബ്രേക്ക് നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അതെ. മിനിമം പേ നമുക്കിവിടെ 11.44 21 ഇയേഴ്സിന്റെ മുകളിലേക്ക് വരുന്നവർക്ക് 11.44 ആണ് ഇപ്പോഴത്തെ പേ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ച് എനിക്ക് കിട്ടുന്ന ഒരു പേ എന്ന് വെച്ചാൽ 20 hours ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ലാസ്റ്റ് മന്ത് നോക്കുവാണെങ്കിൽ 915 pounds ആണ് എനിക്ക് കിട്ടിയത്. എക്സ്ക്ലൂഡിങ് ടിപ്സ് ആണ്. എനിക്ക് ടിപ്സും ഉണ്ടായിരുന്നു, പക്ഷെ മിനിമം പേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് കിട്ടുന്നത്. അതിന്ന് നമുക്ക് ടാക്സും എൻഐയും കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പം ഒബ്വിയസ്ലി അതാണ് നമ്മൾ ആകെ വരുന്നൊരു എമൗണ്ട്. സാലറി നമുക്ക് ടാക്സും നാഷണൽ ഇൻഷുറൻസും പിന്നെ പെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പെൻഷൻ പിടിക്കും. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് വീക്ക്ലി 20 hours വെച്ചിട്ട് ഒരു മാസം 80 hours നമുക്ക് കിട്ടുവാണെങ്കിൽ, കറക്റ്റ് എക്സാക്ട്ലി 80 hours കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു 885, ഒരു ഓൾമോസ്റ്റ് 900 അടുത്താണ് നമുക്കൊരു കിട്ടുക. ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന ആകെപ്പാട് കിട്ടുന്ന ഒരു ഇൻകം, അതും 80 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ അത് ഡിപ്പെൻസ്. ഞാൻ ഹോസ്പിറ്റാലിറ്റി ഞാൻ വർക്ക് ചെയ്യണേ, അപ്പോൾ ഓരോ പ്ലേസും ഡിഫറെൻ്റ് ആണ്. ചില സ്ഥലത്ത് മിനിമം പേ ആയിരിക്കും തരുള്ളൂ, ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും. 12 pounds വരും, ചിലപ്പോൾ 12.5, 12.83. ആവറേജ് ഒരു മന്ത് ഞാൻ 40 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 2000 pounds അടുത്ത് കിട്ടും. പക്ഷെ ടാക്സ് നല്ല രീതിയിൽ പോകും. 350 to 400 pounds ടാക്സ് പോകും ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ. ഒരു 1600, 1500 to 1650, അതിന് ബിറ്റ്വീൻ ആ റേഞ്ചാണ്. അതെ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഇൻകം എന്ന് പറയുന്നത്. ആകെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം. ഇനി അങ്ങോട്ട് മൊത്തം ചെലവാണല്ലേ പറയുമ്പോൾ കുറച്ചുണ്ട്. അതാണ് ഫുള്ള് ലിസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പൊ UK ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ചെലവെന്ന് പറയുന്നത് റെന്റാണ്. ഭയങ്കര റെന്റ്. പ്രത്യേകിച്ച് എഡിൻബ്ര എന്ന് പറയുന്നത് ലണ്ടൻ പോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയ സ്ഥലമാണ്. എനിക്കൊന്ന് സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റിയാണ് എഡിൻബ്ര എന്ന് പറയുന്നത്. സ്കോട്ട്ലാൻഡ് ക്യാപിറ്റലും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഒരു അക്കോമഡേഷൻ ഒരു സിംഗിൾ റൂമിന് മിനിമം വളരെ ഭയങ്കര മിനിമം ഒരു 500 എങ്കിലും കൊടുക്കേണ്ടി വരും. അതും നിങ്ങൾ ലക്കിയാണെങ്കിൽ മാത്രം 500. അതെ. ഇപ്പൊ ഞാനിപ്പോ ഷെയർഡ് അക്കോമഡേഷൻ ആണ്. ഷെയർ എന്ന് വെച്ചാൽ സിംഗിൾ റൂം ആണ് എനിക്കുള്ളത്, പക്ഷെ ഒരു 5 bedroom ഫ്ലാറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനവിടെ എന്റെ റൂമിന് പേ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 400 per month ആണ്. അതും സിറ്റി സെന്ററിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അതെ. സിറ്റി സെന്ററിൽ ഓൾമോസ്റ്റ് ഒരു 30 minutes എന്താ പറയാ ബസ്സിൽ ട്രാവൽ ഉണ്ട്. പക്ഷെ നേരെ ഭാഗത്ത് ശിവ നിൽക്കുന്നത് അത്യാവശ്യം സിറ്റി സെന്ററിൽ തന്നെയാണ്. നല്ല 450 ഒരു സിംഗിൾ റൂം കിട്ടി. ഇപ്പൊ 2 BHK ആണ്. ഞാനും എന്റെ ഒരു ഫ്രണ്ടും ആണ് നിൽക്കണേ. അപ്പൊ ഞങ്ങളിപ്പോ എന്തോ ഭാഗ്യത്തിന് കിട്ടി. സാധാരണ ഒരിക്കലും അങ്ങനെ കിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് നിലവിലിവിടെ. ഒരു 500+ എങ്ങനെ പോയാലും മറ്റേ റെന്റ് മാത്രം വരും. അതെ, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതെ. അതെ. അപ്പം ഈ ഒരു റെന്റ് കുറച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ബിൽസ് ആണ്. ഈ റെന്റിന്റെ പുറമെ വരുന്നത് ലൈക്ക് ബിൽസ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, കൗൺസിൽ ടാക്സ്, വാട്ടർ ബിൽ എല്ലാം വരും. അതെല്ലാം നമുക്ക് സ്കോട്ട്ലാൻഡില് പിന്നെ വാട്ടർ ബിൽസ് ഒക്കെ കൗൺസിൽ ടാക്സിന്റെ ഭാഗമായിട്ട് വരും. അപ്പം അതൊരു എമൗണ്ട് സ്റ്റുഡന്റ് ആയിരിക്കും നമുക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ കൗൺസിൽ ടാക്സ് കൊടുക്കേണ്ട.
അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ വരുന്നത് ഒരു 40 pounds ഒക്കെ എനിക്ക് എന്റെ ബിൽസ് ആയി വരായിരുന്നു. ആകെ വാട്ടർ, ഗ്യാസും ഇലക്ട്രിസിറ്റി മാത്രം. അതല്ലാണ്ട് പിന്നെ വൈഫൈ ബില്ല് വേറെ വരും. വൈഫൈ ബില്ല് ഒരു 10 pounds വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബില്ല് ഞാൻ സെപ്പറേറ്റ് പറയാം. ഓൾമോസ്റ്റ് 50 pounds ഒക്കെയാണ് അതിന്റെ എനിക്ക് കോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ PSW മാറി കഴിയുമ്പോൾ നമ്മൾ കൗൺസിൽ ടാക്സ് അപ്ലൈ ചെയ്ത് കൗൺസിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അതിൽ എന്താ സീവേജ് ഇൻക്ലൂഡ് ചെയ്യും, വാട്ടർ ഇൻക്ലൂഡ് ചെയ്യും. അത് മൂന്നും കൂടിയാണ് കൗൺസിൽ ടാക്സിൽ തന്നെ. അത് എനിക്കിപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് ഒരു 100 pounds അടുത്ത് പെർ പേഴ്സൺ വരും. 100 pounds കൗൺസിൽ ടാക്സ് മാത്രം വരുന്നുണ്ട് പെർ മന്ത്. പിന്നെ അതിന്റെ പുറമെ ഗ്യാസും ഇലക്ട്രിസിറ്റി ബില്ലും വേറെ. അപ്പൊ അത് എത്ര വരുന്നുണ്ട്? അത് 50 കൊണ്ടാണ് ബില്ലായിട്ട് വരുന്നത്. പ്ലസ് 10 pounds വൈഫൈ. അത് നമ്മൾ ഹീറ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എല്ലാം കൂടി 140 pounds ഒക്കെ കൗൺസിൽ ടാക്സും ഗ്യാസും 150. അതാണ് ഞാൻ എന്റെ ഒരു ബഡ്ജറ്റിൽ വന്നത്. എല്ലാം കൂടി വരും. പിന്നെ ഇതിന്റെ പുറമെ നമുക്ക് വരുന്നത് ഫോണിന്റെ ഒരു എക്സ്പെൻസ് ആണ്, റീചാർജ് എക്സ്പെൻസ് ആണ്. ആക്ച്വലി 10 pounds ഉള്ളൂ ഫോൺ റീചാർജ് ചെയ്യണം. സിം ലിബാറൊക്കെ അത്രയേ ഉള്ളൂ പെർ മന്ത്. ഞാൻ എന്റെ ഫോണിന്റെ കോൺട്രാക്റ്റിൽ എടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. 100 pounds അടുത്ത് എനിക്ക് ആ ഒരു പ്രൈസ് വരുന്നുണ്ട്. കാരണം ഫോണിന്റെ പ്രൈസും പിന്നെ റീചാർജ് എല്ലാം കൂടി എനിക്ക് ആ ഒരു റേറ്റ് വരുന്നുണ്ട്. നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കും. ഇവിടെ എഡിൻബ്ര ലൗത്തിയാൻ ബസ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ നമുക്ക് ബസ് കാർഡ് കിട്ടും. നമുക്ക് ബസ് കാർഡ് മന്ത്ലി റീചാർജ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്നൊരു 60 pounds അടുത്തൊക്കെയാണ് ആ റേഞ്ച് വരുന്നത് കേട്ടോ. PSW ആയതുകൊണ്ട് അഡൽട്ട് കാർഡായിട്ട് മാറി. അപ്പൊ അത് 66 pounds വരും ഒരു മാസത്തേക്ക്. എനിക്കത് നെക്സ്റ്റ് മന്ത് മുതൽ എനിക്കത് വരും. അതെ. സോ ഫോണ് ഒരു 100 എനിക്കത് വരുന്നുണ്ട്. അല്ലെങ്കിൽ 10 pounds വരുന്നുള്ളൂ റീചാർജ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ബില്ലായിട്ട് വരുന്നത് അല്ലെ, ബിൽസും എല്ലാം കൂടി വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഗ്രോസറി, ഫുഡ്. അതെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ഡിപ്പെൻസ് ഓൺ പേഴ്സൺ എന്ന് ഞാൻ ഏറ്റവും ആദ്യം തന്നെ പറയട്ടോ. കാരണം ഇത്രമാത്രം കഴിക്കണു. ഓരോരുത്തരുടെ അപ്പറ്റൈറ്റും ഡിഫറെന്റ് ആണ്. സോ ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ ഇത്രയും ഒരു ഇതിന്റെ ഇടയ്ക്ക് കൺസംഷൻ മാറിയിരുന്നുണ്ട്. പക്ഷെ ഞാനൊരു ആവറേജ് പറയുവാണെങ്കിൽ 20 to 30 pounds ഒക്കെയാണ് ഞാനൊരു വീക്കിലി ചെലവ് ചെയ്യുന്നത്. കാരണം ഷെയർഡ് അക്കൗണ്ടേഷൻ ആണ്. ഞങ്ങൾ ഷെയർഡ് ആയിട്ടാണ് ഗ്രോസറി വാങ്ങാറ് ഇപ്പം. പക്ഷെ എന്നാലും ഞാൻ അല്ലാണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പം 30 pounds ഒക്കെയാണ് വീക്കിലി എനിക്ക് വരാറ്. അപ്പൊ ഒരു പെർ മന്ത് 120 ഒക്കെ ആവറേജ് വരും. ഡിപ്പെൻസ്. ചില മാസം ഇൻക്രീസ് ചെയ്യും, ചില മാസം ചിലപ്പോൾ എക്സ്ട്രാ സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ചെയ്യും. പക്ഷെ എനിക്ക് അത്രയും ചെലവില്ല. ഞാൻ ഹോസ്പിറ്റാലിറ്റി വർക്ക് ചെയ്യണോണ്ട് എനിക്ക് വർക്ക് ചെയ്യണോടത്ത് ഫുഡ് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പൊ അറൗണ്ട് ഒരു 50 pounds ഞാനൊരു 2 വീക്കിട്ട് കൂടി 50. അതും ഭയങ്കര ചീപ്പാണ് 50 pounds എന്ന് പറഞ്ഞു. 3 നേരങ്ങളിലേ ഉള്ളൂ. ആകെ നമ്മള് 2 നേരം കഴിച്ച് രാവിലെ അല്ലെങ്കിൽ വല്ല കോൺഫ്ലെക്സോ അല്ലെങ്കിൽ മുസ്ലിം അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കും. 3 നേരം ഒന്നും ഫുഡില്ല. 2 നേരം ചിലതൊക്കെ 1 നേരം ജസ്റ്റ് ചിലതൊന്നും കഴിക്കില്ല. അത് ഭയങ്കര എന്താ പറയാ, ഒന്ന് നമുക്ക് ടൈം ഉണ്ടാവില്ല പല കാര്യത്തിനും. ഇത് ഇരുന്ന് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെലവ് വരുന്നത് അല്ലെ. ഇതിന് പുറമെ ഇന്നുണ്ടോ ജിമ്മ്, പിന്നെ എക്സ്പെൻസസ് വേറെ ഉണ്ട്. ജിമ്മിന് കോസ്മെറ്റിക്സ് ഒക്കെ മേടിക്കുന്ന അതിന്റെ ചെലവുണ്ടാവും. ഡ്രസ് അത് വേറെ ഉണ്ട്. പിന്നെ പുറത്ത് നമ്മൾ പോയി കഴിക്കുന്ന ചെലവുണ്ടാവും. മന്ത്ലി നമ്മൾ 1 or 2 എന്തായാലും നമ്മൾ പുറത്ത് പോകാറുണ്ട്. പിന്നെ അല്ലാണ്ട് ജസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുന്ന ട്രാവൽ ചെയ്യുന്നൊക്കെ ചിലവുണ്ടാവും അല്ലെ. അതല്ലാണ്ട് പിന്നെ നമുക്ക് പിന്നെ നെറ്റ്ഫ്ലിക്സ് അതൊക്കെ. എന്റെ നെറ്റ്ഫ്ലിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നീവൻ ഒന്നും തരാറില്ല. ഒരു ചിലവൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ എനിക്കൊരു 900 അടുത്തൊക്കെ എനിക്ക് പെർ മന്ത് കിട്ടുവാണെങ്കിൽ, സ്റ്റുഡന്റ് വെച്ച് കിട്ടുവാണെങ്കിൽ, ബിൽസും പിന്നെ റെന്റും എല്ലാം കുറച്ച് കഴിഞ്ഞാൽ ഒരു 150 to 170 ആണ് നമുക്ക് ബാലൻസ് ഉണ്ടാവുക. അതൊന്ന് പിന്നെ ബാക്കി ഞാൻ പറയാം പുറത്ത് പോകുന്നതും ഒന്നും കൂട്ടിയില്ല കേട്ടോ. അതൊക്കെ ഇരുന്ന് നമ്മള് പുറത്ത് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കുന്നുണ്ടാവും. 100 ഒക്കെ നമുക്ക് പുറത്ത് പോവാത്തവർക്ക് 150 സേവ് ചെയ്യാം. ഇല്ലെങ്കിൽ സേവിങ്സ് എന്ന സാധനം സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഏതെങ്കിലും ഈ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും സ്റ്റുഡന്റ് ആയിരിക്കും. നമുക്ക് വെക്കേഷൻ ഒരു വീക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ നമുക്ക് സെം ബ്രേക്ക് ഒക്കെ അങ്ങനത്തെ വരും കിട്ടും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യണേ. അപ്പോഴാണ് കുറച്ച് കൂടുതൽ പൈസ അക്കൗണ്ടിൽ വരുന്നത്. അതൊക്കെ കഴിയുമ്പോഴേക്കും സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും സേവ് ചെയ്യാൻ ഉണ്ടാവില്ല കേട്ടോ. ലിറ്ററലി നമ്മള് ഒന്ന് പ്രത്യേകിച്ച് ഇതാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 pounds ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായി. അതന്നെ എന്റെ ഈ മന്തൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ എന്റെ അക്കൗണ്ടിൽ സീരിയസ് എന്താ കിടക്കണേ. ഓവർഡ്രാഫ്റ്റ് ഒക്കെ വെച്ചിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ സ്റ്റുഡന്റ് അവസ്ഥ. ഫുൾ ടൈം ആയിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ. എനിക്കൊരു മന്ത്ലി ഒരു 1000 pounds എക്സ്പെൻസ് വരുമായിരിക്കും. ആവറേജ് ഓണർ ആവറേജ് വരും. സേവിങ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു
ഇപ്പൊ പറയുന്നത് 500 pounds ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ കഴിക്കണം അല്ലെങ്കിൽ ലോൺ അടച്ച് തീർക്കണം അങ്ങനെ ഉള്ള മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ ആ 500 pounds നമുക്ക് സേവ് ചെയ്യാം. അതിലൊരു 450 എങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം 50 pounds നമ്മുടെ അല്ലാത്ത എക്സ്പെൻസ് ഒക്കെ വെച്ച്. പിന്നെ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോയി കഴിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അതിൽ നിന്ന് ഒരു 100-150 കൊണ്ട് 200 കൊണ്ട് വരെ എങ്ങനെ പോയാലും പോകും. 300 to 400 നമുക്ക് സേവിങ്സ് ആയിട്ട് കിട്ടും. നാട്ടിലത്തെ ഒരു 40,000 ആ റേഞ്ച്. അത് നമുക്ക് ഇപ്പൊ ലോൺ എടുത്ത് വരുന്നവരാണെങ്കിൽ അത് ലോണിലേക്കും പോകും. ഒരു 30,000 അല്ലെങ്കിൽ 35,000 വരെ നമ്മള് ലോണിന് അടക്കേണ്ടി വരും. അതെ. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ അതിലും 10 കാര്യമായിട്ട് നമുക്ക് കഴിഞ്ഞ് നമ്മള് അത് കഴിഞ്ഞ് നമ്മളിതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സീറോ പിന്നെ എത്തും. എൻഡ് ഓഫ് ദ ഡേ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് എന്താ പറയാ, ലിവിങ് സ്റ്റാൻഡേർഡ് ഭയങ്കര മാറ്റമുണ്ട്. അതൊരു ഭയങ്കര ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മളെ ലുക്സിലും നമ്മുടെ ഒരു കിട്ടുന്ന എക്സ്പോഷർ ആണെങ്കിലും അത് ഡിഫറെന്റ് എക്സ്പോഷറൊക്കെ ഇപ്പം ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് ഒരുപാട് ഡോക്യുമെന്ററി ഒക്കെ ഉണ്ട് യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു. സംസാരിക്കുന്നില്ല. അപ്പം എക്സ്പോഷറൊക്കെ നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എനിവേ. പക്ഷെ അപ്പം അതിലൊക്കെ ഒരുപാട് മാറ്റം വരില്ല. നമ്മള് നിൽക്കുന്ന ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു മാറ്റം വരും. ഭയങ്കര ഒരു മാറ്റം ലൈഫ് സ്റ്റൈൽ വരും. നമ്മൾ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ആവും. പുതിയ സ്റ്റുഡൻസ് ഒരുപാട് ചോദിക്കുന്നത് എന്താ പറയാ, എത്ര സേവ് ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവിങ്സ് ഒന്നും അങ്ങനെ കാര്യം ഉണ്ടാവില്ല. ഫുൾ ടൈം ആക്ച്വലി പിന്നെ ഇത് ഡിപ്പെൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ. അതും വിചാരിച്ചിരിക്കും. കാരണം ഇപ്പൊ വീട്ടില് പ്രശ്നങ്ങൾ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, നമുക്ക് അത് അടച്ചു തീർക്കണം, അതാണ് നമ്മുടെ പ്രയോറിറ്റി. റെന്റിലൊക്കെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാം. എനിക്കിപ്പോ വേണമെങ്കിൽ ഷെയർഡ് പോണെങ്കിൽ ഷെയർ ചെയ്യുന്ന റെന്റിൽ നല്ല രീതിയിൽ സേവ് ചെയ്യും. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ദ എനിക്ക് എപ്പോഴും സിംഗിൾ റൂം, എനിക്ക് എന്റേതായ പ്രൈവറ്റ് സ്പേസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരാളാണ്. സോ ലൈക്ക് ഞാൻ സിംഗിൾ റൂംസ് ആണ് പ്രിഫർ ചെയ്യാറ് എപ്പോഴും. ഫസ്റ്റ് വന്നാൽ അതൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതിലൊക്കെ നല്ല എക്സ്പെൻസ് വരാറുണ്ട്. പ്രയോറിറ്റീസ് നമ്മളെപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. അതെ. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽസ്. അതുപോലെ ഏജൻസിന്റെ വാക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യനോട് സംസാരിച്ചിരുന്നു. അപ്പൊ എന്റെ സ്റ്റുഡന്റ് പറഞ്ഞത് ഇങ്ങനെ ഏജൻസിന്റെ ഇങ്ങനെ വന്നു പാർട്ട് ടൈം വെച്ചെന്ന് പറഞ്ഞു. പാർട്ട് ടൈം ചെയ്യുന്ന നോക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഭയങ്കര അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഇവിടെ വരാം, 2 ദിവസമേ ക്ലാസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനും പഠിച്ചത് ഹെരിയറ്റ് ബോർഡാണ്. ഞങ്ങൾക്ക് 4 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് സെം എനിക്ക് 5 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു വീക്കിലി. പിന്നെ സെക്കൻഡ് സെം 4 ദിവസം. അത് ടൈം മാനേജ് ചെയ്ത് ചിലപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ട് 10 മിനിറ്റിലായിരിക്കും ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ആ ഓടണം, ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയാലാണ് അടുത്ത ക്ലാസ് കയറുള്ളൂ. എന്നാലാണ് നമുക്ക് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഗ്യാപ്പ്. 3 ദിവസം നമ്മുടെ ഇവിടെ 3 ദിവസം സംഭവം ഇല്ല. ഞങ്ങളെ പ്രോഗ്രാമിൽ ഉണ്ടായില്ല. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തപ്പോൾ 4 ദിവസം നമുക്ക് പോകേണ്ടി വന്നായിരുന്നു. ഒരു ദിവസം ഹാഫ് ഡേ വരും, അതെങ്ങനെ വരും, 3 ഡേ ഫുൾ ഡേ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും. ചില കോഴ്സിനും വ്യത്യാസമുണ്ട് കേട്ടോ. ചില കോഴ്സ് ചിലപ്പോൾ 2 ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ. ആ കുറിച്ച് പറഞ്ഞാൽ ചില അൺറിയലിസ്റ്റിക് ആയിരിക്കും. ഇവിടെ ഒന്ന് പാർട്ട് ടൈം ചെയ്യാം, കുറെ സേവ് ചെയ്യാം. അപ്പൊ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ അങ്ങനെ സേവ് ചെയ്യാനോ നിങ്ങൾക്ക് ലോണിലേക്ക് അടയ്ക്കാനൊന്നും റിയലിസ്റ്റിക്കലി പോസിബിൾ ആണോ വെച്ചാൽ അല്ല, പോസിബിൾ അല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ ലീഗലി പോസിബിൾ അല്ല, പറയാലോ, വേറെ ടോപ്പിക്കാണ്. അത് വേറെ ടോപ്പിക്കാണ്. അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരെ വേണ്ട സംസാരിക്കണേ വേണ്ടിയിട്ട്. പക്ഷെ ലീഗലി നമുക്ക് പറ്റത്തില്ല. പക്ഷെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഫുൾ ടൈം ചെയ്യുമ്പോൾ നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ഇൻകം കിട്ടും. ഒരു പ്രോപ്പർ ജോലിയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ, ഐ മീൻ നമ്മൾ ആ ലോൺ അടിച്ച് തീർക്കാൻ നമുക്ക് പറ്റും at the end of the day. But it depends on a lot of things. So yeah, I mean അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ. എനിക്ക് വന്ന ജനറൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ. As usual, so see you in the next video. Until then, it's me signing off. Stay tuned guys, I'll be back.